ഹലോ, വെൽക്കം ടു ഗോൾഡൻ ട്രാവലർ. ഇന്ന് നമ്മൾ നിന്നുള്ളത് ചെന്നൈയിൽ തന്നെയാണ്. സമയ് പൂങ്ക എന്ന് പറഞ്ഞ ഒരു പാർക്കിലാണ്. അപ്പോൾ ഇന്ന് സമയ് പൂങ്കയുടെ വിശേഷമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഡെസ്റ്റിനേഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇതാണ് സമയ് പൂങ്കയുടെ കാഴ്ചകൾ. ഇതാണ് ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്ന മെയിൻ കവാടം. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സെക്യൂരിറ്റിയുടെ കയ്യിൽ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം ഉള്ളിലോട്ട് പ്രവേശിക്കുന്നതാണ്. ചുറ്റും നല്ല മനോഹരമായിട്ടുള്ള ചെടികൾ കാണാവുന്നതാണ് നമുക്ക് സ്ക്രീനിൽ. ഇപ്പോൾ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിച്ചിരിക്കുന്നു. ഇഷ്ടിക കൊണ്ട് കെട്ടിപ്പൊക്കിയ ഈ തൂണുകൾ നല്ല മനോഹരമായ വഴി സമ്മാനിക്കുന്നു. നല്ല നല്ല ചെടികളാണ് ചുറ്റിനും ഇവിടെ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ചെടികൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. പൂക്കൾ വിടർന്നിരിക്കുന്നു. തികച്ചും ഈ ഒരു വഴി ഇത്രയും മനോഹരമായി കാണുന്നത് തന്നെ ഈ ഒരു ചെടികൾ കാരണമാണ്. അത്രക്കും നല്ല ചെടികളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുളയെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കൈവരികളാണ് ഈ പാലത്തിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് മുളയല്ല, ഇത് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു പാലം തന്നെയാണ് കൈവരികൾ. ഈ ഒരു പാർക്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കപ്പിൾസിനെ മാത്രമാണ്. ഇത് കപ്പിൾസിൻ്റെ സ്വന്തം പാർക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ചുറ്റിനും കപ്പിൾസാണ് ഉള്ളത് ഈ പാർക്കിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സ്ട്രൈറ്റായിട്ട് ക്യാമറ പിടിക്കുന്നത്. ഒരുപാട് മരങ്ങൾ ഈ പാർക്കിൽ ഉള്ളത് കൊണ്ട് തന്നെ നല്ല തണൽ കിട്ടുന്നുണ്ട്. ചുറ്റും നല്ല പൂക്കളും ചെടികളുമായിട്ട് ഈ ഒരു പാർക്ക് വളരെ നന്നായിട്ട് തന്നെ മനോഹരം എന്ന് തന്നെ പറയാം. മുളകൾ കൊണ്ടും അതുപോലെ മരങ്ങൾ കൊണ്ടും എല്ലാം തിങ്ങിയിരിക്കുന്നൊരു പാർക്കാണ്. മുന്നിലൊരു ചെറിയ ഒരു കുളം കാണുന്നു. കുളം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ചെറിയ വെള്ളക്കെട്ട് കാണുന്നു. അതിൽ ഈ മരത്തിൽ നിന്ന് വീണ പൂക്കളാണ് ആ ഒരു വെള്ളത്തിന് ഭംഗി നൽകുന്നത്. ഈ വഴി ഒന്നും കൂടി ഭംഗി കൂട്ടുന്നതിനായിട്ട് ഗോൾഡ് ബുഷാണ് കൊടുത്തിട്ടുള്ളത് ചുറ്റിനും. വീണ്ടും നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു ഇഷ്ടിക കൊണ്ടുള്ള തൂണുകൾ കാണുന്നു. ഇവിടെ ഫോട്ടോക്ക് പറ്റിയ ഒരു അടിപൊളി പ്ലേസും കൂടിയാണ് ഈ പാർക്ക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ചെടികൾ ഇവിടെയുണ്ട്. അതുതന്നെയാണ് ഈ വഴികൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഭംഗി നൽകുന്നത് ഈ ചെടികളാണ്. പാറക്കല്ല് കൊണ്ടുള്ള ഒരു ഗാർഡനാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഭിത്തിയിൽ ഒരു ചിത്രശലഭത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. ചുറ്റിനും കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള ഊഞ്ഞാല അങ്ങനത്തെ എല്ലാ സംഗതികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു സൂയിലോട്ടാണ്. പക്ഷികളും എല്ലാമുള്ള പാമ്പും പക്ഷികളും എല്ലാമുള്ള ഒരു സൂയിലോട്ടാണ് നമ്മൾ ഇനി യാത്ര തുടരുന്നത്. അങ്ങനെ സൂവിൻ്റെ മെയിൻ കവാടത്തിലെത്തിയിരിക്കുന്നു. പാമ്പിൻ്റെയും അതുപോലെ തന്നെയുള്ള മറ്റു മൃഗങ്ങളുടെയും സ്റ്റാച്ചു അവിടെ കാണാം. അത് മുകളിലൂടെ ഒരു കുരങ്ങന്മാർ നടന്നു പോകുന്നുണ്ട്. ഈ വഴികൾ നല്ലൊരു ഭംഗിയുള്ള വഴികൾ തന്നെയാണ്. അവിടെ ഡൈനോസറിൻ്റെ ഒരു സ്റ്റാച്ചു കാണാം. ചുറ്റിനും ഈ ഭിത്തിയിലെല്ലാം മനോഹരമായ ചിത്രശലഭങ്ങളുടെയും പക്ഷികളുടെയും ഫോട്ടോ വരച്ചതായി കാണാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. കുട്ടികൾക്ക് 5 രൂപയും വലിയവർക്ക് 20 രൂപയും ക്യാമറയ്ക്ക് 10 രൂപയുമാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിലോട്ടുള്ള അകത്തോട്ടുള്ള വഴി. അങ്ങനെ നമ്മൾ അകത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സൂവിലും കാണുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ കാണുന്നത് മാനിനെ തന്നെയാണ്. എവിടെയും ഫസ്റ്റ് മാൻ തന്നെയാണ് നമ്മൾ കാണാറുള്ളത്. നല്ല വലിയ കൊമ്പുകളായിട്ട് മാനുകൾ ഇതാ ഇവിടെ തല ഉയർത്തി തന്നെ നിൽക്കുന്നു. നടക്കുന്ന വഴിയിൽ കൃത്യമായി നമുക്ക് കാണാവുന്നതാണ് സാമൂഹിക അകലം പാലിക്കുന്നതിന് വേണ്ടിയുള്ള റൗണ്ടുകൾ. കൃത്യമായി കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമാണ് ഇവിടെ ഈ പാർക്ക് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. ഈ ഒരു പാർക്ക് വളരെ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മഴ തന്നെയാണ് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് തോന്നുന്നു. ചുറ്റും നല്ല നല്ല വലിയ മരങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരു കാടിൻ്റെ ഫീൽ തന്നെ ഈ ഒരു മരങ്ങൾ നൽകുന്നുണ്ട്. ചുറ്റിനും വളരെ 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 നോയ്സ് കുറഞ്ഞ ഒരു രീതിയിലുള്ള ഒരു പാർക്കാണിത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. ഈ സൂക്ക് അകത്തും ഒരു പാർക്ക് കാണാവുന്നതാണ്. കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള ഊഞ്ഞാല എല്ലാം ഇവിടെ കാണാവുന്നതാണ്. എനിക്ക് തോന്നുന്നു കോവിഡ് ആയതുകൊണ്ട് തന്നെ അടച്ചിട്ടിരിക്കുകയാണ് തോന്നുന്നു. ഇതാ ഇവിടെ ഒരു ഫോക്സാണ് തോന്നുന്നു. അകത്താണ് അവൻ കറങ്ങി നടക്കുന്നത്. മറ്റൊരു ഫോക്സ് ഇതാ ഇവിടെ ക്ഷീണിതനായി ഉറങ്ങുകയാണ്. താഴെ ഉറങ്ങിക്കിടക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഒരു വെള്ള പീക്കോക്കിനെയാണ് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വെള്ള പീക്കോക്കിനെ കാണുന്നത്. നല്ല ഭംഗിയോടുകൂടി തല ഉയർത്തി തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് പീക്കോക്ക്. പക്ഷേ അതിൻ്റെ ചിറകുകൾ വിടർത്തി ഞാൻ കണ്ടിട്ടില്ല. അവിടെ നല്ല ഭംഗിയോടുകൂടി നോക്കിയിരിക്കുന്നുണ്ട്. തറയിൽ നിന്ന് എന്തൊക്കെയോ നുള്ളിപ്പൊറുക്കി തിന്നുന്ന ഓസ്ട്രിച്ചിനെയാണ് നമ്മൾ കാണുന്നത്. ക്യാമറ കണ്ട അതേ സമയം അദ്ദേഹം ഒന്ന് ക്യാമറയിലോട്ട് നോക്കി നല്ലൊരു പോസിങ് നമുക്ക് തരികയാണ്.
കാഴ്ചകൾ കണ്ടു നടന്ന് ക്ഷീണിച്ചവർക്ക് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ഒരു മരം ഇവിടെ കാണാം. ടൈലെല്ലാം ഇട്ട ഒരു ഇരിപ്പിടം തന്നെയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാടിൻ്റെ ഒരു ഭംഗി നൽകുന്നതിന് വേണ്ടി നല്ലൊരു രീതിയിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാക്ക് വേ എല്ലാം തയ്യാറാക്കിക്കൊണ്ടാണ് ഈ ഒരു സൂ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇതിൽ ഓരോ വർക്കും ചെയ്തിട്ടുള്ളതെന്ന് കണ്ടാൽ തന്നെ ഇത് അറിയാവുന്നതാണ്. ശരിക്കും 20 രൂപയാണ് കൊടുത്തതെങ്കിലും ഇതിൻ്റെ അകത്ത് കയറിയാൽ ആ 20 രൂപ മുതലാവുന്നതാണ്. ചുമരിൽ ഒരു സർപ്പത്തെ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. ഇതാണ് പാമ്പിൻ്റെ ഏരിയ. ഈ പാമ്പിന് കഴിക്കാൻ കൊടുക്കുന്നതാണ് തോന്നുന്നു ഈ കോഴിയെ. ഗ്ലാസിനകത്താണ് ഈ പാമ്പുള്ളത് കൊണ്ട് കാണുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഇതാണ് ചെന്നൈ സ്നേക്ക് പാർക്ക്. ഈ ചില്ലിനകത്താണ് പാമ്പുകളെല്ലാം ഉള്ളത്. എത്രത്തോളം മൊബൈലിലൂടെ ഇത് കാണുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതിനകത്ത് പാമ്പ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ചില ഇതിലൊന്നും പാമ്പ് കാണുന്നില്ല. ഒരു മഞ്ഞ പാമ്പാണ് ഇത്. അത് നല്ല തല ഉയർത്തി അതാ ഷൂട്ട് ചെയ്യാൻ പാകത്തിന് ഇത് തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഉള്ളോട്ട് നടന്നു പോവുകയാണ്. ഈ ഒരു പാർക്കിലോട്ട് കയറാൻ വെറും 10 രൂപയോളം ചാർജ്. ഇവിടെ ഒരുപാട് പാമ്പുകളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നത് വായിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയും ലെങ്ത്ത് കൂടുന്നതാണ് വീഡിയോക്ക്. അപ്പം നിങ്ങൾ തന്നെ ഇത് വായിച്ച് എന്താണെന്ന് മനസ്സിലാക്കുക. നല്ല ഒരു കാടിൻ്റെ ആ ഒരു തനിമ നൽകുന്നതിന് വേണ്ടിയുള്ള രീതിയിലാണ് ആ കൂട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് കുടത്തിനകത്തൊക്കെയാണ് പാമ്പ് കിടക്കുന്നത്. വെള്ള കളർ പാമ്പ് ഇവിടെ കാണാൻ ഒരു വെള്ള കളർ പാമ്പ്.
ഒരു വലിയ ഒരു പാമ്പിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല രീതിയിൽ തന്നെ ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് ഉള്ളൊരു നല്ല രീതിയിലുള്ളൊരു കൂടാണ് ഒരുക്കിയിട്ടുള്ളത്. വലിയ പാമ്പ് എന്ന് പറയാൻ വലിയത് തന്നെയാണ്. അവിടെ ചുരുണ്ട് കൂടി കിടക്കുകയാണ്. നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു മുതലയാണ് ഈ കിടക്കുന്നത്. ശരിക്കും ഒരു അനക്കവും ഇല്ലാത്ത സ്റ്റാച്ചു പോലെയാണ് കിടക്കുന്നത്. അപ്പം ഒരു മ്യൂസിയത്തിലോട്ടാണ് കയറുന്നത്. പാമ്പിൻ്റെയും എല്ലാ ഡീറ്റെയിൽസ് ഉള്ള ഒരു മ്യൂസിയം. എല്ലാം ആസിഡിൽ ഇട്ട് വെച്ചൊക്കെയാണെന്ന് തോന്നുന്നു. ഈ ചത്ത എല്ലാ ജീവികളും ആസിഡിൽ ഇറക്കി വെച്ചതാണ് തോന്നുന്നു കണ്ടിട്ട്. കണ്ടാൽ ഒറിജിനലാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് വച്ചിരിക്കുന്ന പാമ്പുകളാണ് ഇതെല്ലാം. ഇത് കരിമൂർക്കനാണ് തോന്നുന്നു പത്തി വിടർത്തി. ശരിക്കും എന്താ പറയുക, തികച്ചും കണ്ടാൽ തന്നെ ഒറിജിനാലിറ്റി തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം കാണുന്നത്. പാമ്പ് പെരുമ്പാമ്പ് ഇര പിടിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെ ഇത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ 6 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇവിടെ കാണുന്നത്. അവരുടെ കയ്യിൽ വലിയ ഒരു പാമ്പ് തന്നെയുണ്ട്. ഇതായിരിക്കും അവർ പിടിച്ചത്. ഇത്രയും ദിവസം നമ്മൾ ചെന്നൈയിൽ തങ്ങിയ ഹോട്ടലാണ് ഇനി കാണാൻ പോകുന്നത്. ഇത്രയും ദിവസം നമ്മൾ ഹോട്ടലൊന്നും ഈ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഇനി നമ്മൾ ഇതുവരെ കഴിഞ്ഞ ഈ ഹോട്ടലിൻ്റെ കുറച്ച് റൂമും കാര്യങ്ങളുമായിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് പുറത്തെ കാഴ്ചകളാണ്. ഇനി ഉള്ളിലോട്ട് കിടക്കാം. റൂമൊക്കെ അലങ്കോലമായി കിടക്കുകയാണ്. ഇതാണ് ഒരാളെ ബെഡ്, ഇത് മറ്റാളെ ബെഡ്. റൂമിൽ ഒരു ഓഫീസ് പോലുള്ളൊരു പോർഷൻ ഉണ്ട്. ഇതാണ് അതിലൊക്കെയുള്ള ചെയർ, പിന്നെ ഒരു സോഫ, ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ, TV, പിന്നെ ഒരു ചെറിയൊരു ഷെൽഫ് ആയിട്ട്, പിന്നെ നെസ്ലേൻ്റെ കോഫി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൊരു പില്ലോ ഒക്കെ ഉള്ളൊരു പോർഷനാണ്. പിന്നെ ഇതിൽ നമ്മൾ ഡ്രസ്സൊക്കെ വെക്കാവുന്നതും ഇസ്തിരി പെട്ടി, അതിൻ്റെ ടാബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ബാത്റൂമിൻ്റെ പോർഷനാണിത്. ഒരു വാഷ് ബേസ് ഉണ്ട്, ടവല്, ഒരു 2 ഗ്ലാസ്. ഇവിടെയാണ് ബാത്റൂമിലെ വാഷിംഗ് ഏരിയ. ഇവിടെ നിന്നാണ് ബാത്ത് ചെയ്യാറ്. ഇത് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങൾ. റൂമിൻ്റെ AC വരുന്നത് സെൻട്രൽ AC ആണ്, സെൻട്രലൈസ്ഡ് ആണ് AC. ഇതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു
ചെറിയൊരു ലോക്കറുണ്ട്. വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ വെച്ച് പൂട്ടിയാൽ മതി. അതൊരു സേഫ്റ്റി പ്രക്രിയയാണ്. ഇവിടെയാണ് ഒരു മൊബൈൽ ഹോൾഡർ എന്ന് തോന്നുന്നത്, ഒരു മൊബൈൽ ഹോൾഡറാണ്. അങ്ങനെയൊക്കെയാണ് ഇതുള്ള. ഇവിടെ ഒരു മുകളിലായിട്ട്, ഈ വാതിലിന് മുകളിലായിട്ട് ഒരു ഫയർ എക്സിറ്റ് ഉണ്ട്, എമർജൻസി ഫയർ എക്സിറ്റ്. നല്ല ചിത്രങ്ങളെല്ലാം പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെയും അതുപോലെ ഒന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു ഹോട്ടലിലും കാണാത്ത ഒന്നാണ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കിബില എങ്ങോട്ടാണുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ കാണുന്നത്. അതൊരു നല്ലൊരു ഫീച്ചറായിട്ടാണ്. ഹലോ, അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മളെ ചെന്നൈയിലുള്ള വീഡിയോ അവസാനിക്കുകയാണ്. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലാണ് ഇത് ഹോട്ടലിൻ്റെ മുകൾ ഭാഗത്ത് ഉള്ള കാഴ്ചകളാണ്. അപ്പം ഇന്ന് ചെന്നൈയിലുള്ള അവസാനത്തെ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം എന്തായാലും ഇന്നത്തോടുകൂടി നമ്മളെ ചെന്നൈ യാത്ര അവസാനിക്കുകയാണ്. തിരിച്ച് ഞാൻ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ.